വാളകത്തെ വീട്ടിൽ ആരുണ്ടായിരുന്നു? ജയിൽ ശിക്ഷ അനുഭവിച്ചവരോ? മന്ത്രി കെ.ബി. ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട കുടുംബതർക്കങ്ങൾ ഒത്തുതീർപ്പായെങ്കിലും വാളകത്തെ വീട്ടിലെ ദുരൂഹ സന്ദർശനങ്ങളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഇടതുമുന്നണിയെയും പോലീസിനെയും വിടാതെ പിന്തുടരുന്നു. ഗണേഷിന്റെ വാളകത്തെ വീട്ടിൽ അന്നേ ദിവസം ഉണ്ടായിരുന്നത് ആര് എന്ന കാര്യത്തിൽ പല പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. മുൻപ് ജയിൽ ശിക്ഷ അനുഭവിച്ച ചില വ്യക്തികളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വാളകത്തെ വീട്ടിൽ അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളത് പോലീസിനാണ്. അവിടെ എത്തിയവർ ആരൊക്കെയായിരുന്നു എന്നതിൽ പോലീസിന് വ്യക്തതയുണ്ടെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ മൂലം വിവരം പുറത്തുവിടാൻ ഉന്നത ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. നിർണായകമായ ചിത്രങ്ങൾ. ഗണേഷിന്റെ ഭാര്യ ബിന്ദു മേനോന്റെ പക്കൽ വാളകത്തെ വീട്ടിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളുണ്ടെന്ന സൂചനയാണ് CPM-നെ ഭയപ്പെടുത്തുന്നത്. ഈ ചിത്രങ്ങൾ പൊതുസമൂഹത്തിലെത്തിയാൽ അത് ഗണേഷിനെ മാത്രമല്ല പിണറായി സർക്കാരിനെ ആകെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കും. ജയിൽ ശിക്ഷ അനുഭവിച്ചവരടക്കമുള്ളവരുമായി മന്ത്രിക്കുള്ള ബന്ധം തെളിവു സഹിതം പുറത്തുവന്നാൽ മറുപടി പറയാൻ പാർട്ടി വിയർക്കും. ഗണേഷിന്റെ ഉറപ്പിൽ പൂർണ്ണ വിശ്വാസമില്ലാത്തതിനാൽ ബിന്ദു മേനോന്റെ പക്കലുള്ള ചിത്രങ്ങൾ പുറത്തു പോകാതിരിക്കാൻ പ്രത്യേക ജാഗ്രത പാലിക്കാൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം ബാലഗോപാലിന് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബിന്ദു മേനോനുമായി നിരന്തരം സംസാരിക്കാനും പ്രശ്നങ്ങൾ വഷളാകാതെ നോക്കാനുമാണ് ഇദ്ദേഹത്തോടുള്ള നിർദ്ദേശം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കർശനമായ ഇടപെടലോടെയാണ് ഗണേഷ് കുമാർ ഒത്തുതീർപ്പിന് വഴങ്ങിയത്. തന്റെ മകളോടുൾപ്പെടെ ബിന്ദു പരാതികൾ പറഞ്ഞ പശ്ചാത്തലത്തിൽ മന്ത്രിസഭാ യോഗത്തിന് മുൻപ് പ്രശ്നം തീർക്കണമെന്ന് മുഖ്യമന്ത്രി അന്ത്യശാസനം നൽകുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രി നടന്ന അനുരഞ്ജന ചർച്ചകൾക്കൊടുവിൽ തനിക്ക് തെറ്റുപറ്റിയെന്ന് ഗണേഷ് സമ്മതിക്കുകയും ബിന്ദു മേനോൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിലപാട് മാറ്റുകയും ചെയ്തു. ഇതോടെ താൽക്കാലികമായി വിവാദം കെട്ടിയടങ്ങിയെങ്കിലും ആ നിഗൂഢ ചിത്രങ്ങൾ എന്നെങ്കിലും പുറത്തുവരുമോ എന്ന പേടിയിലാണ് CPM നേതൃത്വം. നിയമപരമായ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെന്ന് ഗണേഷ് മന്ത്രിസഭയിൽ വിശദീകരിച്ചെങ്കിലും അന്ന് വാളകത്തെ വീട്ടിലുണ്ടായിരുന്ന അതിഥികൾ ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഇന്നും വ്യക്തമായ ഉത്തരമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കർശനമായ ഇടപെടലോടെയാണ് ഗണേഷ് കുമാർ ഒത്തുതീർപ്പിന് വഴങ്ങിയത്. തന്റെ മകളോടുൾപ്പെടെ ബിന്ദു പരാതികൾ പറഞ്ഞ പശ്ചാത്തലത്തിൽ മന്ത്രിസഭാ യോഗത്തിന് മുൻപ് പ്രശ്നം തീർക്കണമെന്ന് മുഖ്യമന്ത്രി അന്ത്യശാസനം നൽകുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രി നടന്ന അനുരഞ്ജന ചർച്ചകൾക്കൊടുവിൽ തനിക്ക് തെറ്റുപറ്റിയെന്ന് ഗണേഷ് സമ്മതിക്കുകയും ബിന്ദു മേനോൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിലപാട് മാറ്റുകയും ചെയ്തു. ഇതോടെ താൽക്കാലികമായി വിവാദം കെട്ടിയടങ്ങിയെങ്കിലും ആ നിഗൂഢ ചിത്രങ്ങൾ എന്നെങ്കിലും പുറത്തുവരുമോ എന്ന പേടിയിലാണ് CPM നേതൃത്വം. നിയമപരമായ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെന്ന് ഗണേഷ് മന്ത്രിസഭയിൽ വിശദീകരിച്ചെങ്കിലും അന്ന് വാളകത്തെ വീട്ടിലുണ്ടായിരുന്ന അതിഥികൾ ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഇന്നും വ്യക്തമായ ഉത്തരമില്ല.